ഒരു ബന്ധത്തിന്റെ വില തീരുമാനിക്കുന്നത് വർഷങ്ങളാണോ, മനസ്സിലാക്കലാണോ? ഒരു വീട്ടില് വർഷങ്ങളോളം താമസിക്കാൻ എളുപ്പമാണ്. പക്ഷേങ്കില് ഒരാളുടെ ഹൃദയത്തില് നമ്മള് നമ്മുടെ സ്ഥാനം അത് ഉണ്ടാക്കിയെടുക്കാന് കുറച്ച് പാടാണല്ലേ. കുറെ വർഷമായിട്ട് നല്ല ബന്ധമാണ്, നല്ല ബന്ധം തുടർന്നുകൊണ്ട് പോന്നെന്നൊക്കെ പറയുമെങ്കിലും ഇല്ലേ, 10 വർഷം ഒന്നിച്ച് ജീവിച്ചത് കൊണ്ടോ 20 വർഷം ഒന്നിച്ച് ജീവിച്ചത് കൊണ്ടോ 30ഓ 40ഓ 50ഓ 8ഓ 5ഓ അതിലൊന്നും ഒരു കാര്യമില്ല. രണ്ട് വ്യക്തികളെ തമ്മില് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ബന്ധം മുന്നോട്ട് പോകത്തുള്ളൂ. സൈക്കോളജിയില് അതിന് ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നു. ഒരു ബന്ധത്തിന്റെ ആരോഗ്യകരമായ അടയാളം എന്ന് പറയുന്നത് ആ വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുക, തെറ്റിദ്ധാരണകൾ പറഞ്ഞു മനസ്സിലാക്കുക, അവരെ ബഹുമാനിക്കുക, അവർ ചെറിയ കാര്യങ്ങൾ പോലും അവരെ നമ്മൾ ചേർത്ത് നിർത്തുക, അതുപോലെ തന്നെ അവരെ അർഹമായ ബഹുമാനം കൊടുക്കുക, അവരെ പരിഗണിക്കുക, ബഹുമാനിക്കുക. ഇതൊക്കെയാണ് ആരോഗ്യകരമായ ഒരു ബന്ധത്തിന്റെ അടയാളം എന്ന് പറയുന്നത്. ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് അംഗീകരിക്കുക, അവരുടെ കുറവുകളോടുകൂടി അവരെ സ്നേഹിക്കുക, അവരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കുക. പല കുടുംബങ്ങളിലും ഈ പറഞ്ഞ കാര്യം കുറവാണ്. കമ്മ്യൂണിക്കേഷൻ. എന്തെങ്കിലും ഒന്ന് പറയാൻ ചെന്നു കഴിഞ്ഞാൽ കേൾക്കാൻ താല്പര്യമില്ലാതെ പെരുമാറുക. ആ വ്യക്തിക്ക് എന്തുമാത്രം വേദനയുണ്ടാകും. നമ്മുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. കേൾക്കാൻ തയ്യാറാകുക. നമ്മള് ബന്ധങ്ങൾ, കണക്ഷനുകൾ നല്ലതാകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലുത്, ഏത് റിലേഷൻഷിപ്പിനും ഏറ്റവും വലുതെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. കേൾക്കുക, അതായത് ഒരു ലിസണർ ആവുക. പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങള്, അത് മാത്രമല്ല ഏത് ബന്ധവും, എനി റിലേഷൻഷിപ്പ് നമ്മൾ കേൾക്കാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കേൾക്കാൻ തയ്യാറാകാതെ ഇരുന്നുകൊണ്ട് നമുക്ക് എന്തെല്ലാം ബന്ധങ്ങള് നഷ്ടമായിട്ടുണ്ട്. ഒരു കേൾവിക്കാരനാകുന്നതാണ് നമ്മൾ സംസാരിക്കുന്നതിനേക്കാളും വേണ്ടത്. ഒരു കാരണം ചോദിച്ചാല്, ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടെങ്കിൽ ഏത് ബന്ധവും സ്മൂത്ത് ആയിട്ട് പോകും. എല്ലാ ബന്ധങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണം നമ്മളൊരു നല്ല ഗുഡ് ലിസണർ ആകുന്നില്ല എന്നുള്ളതാണ്. സത്യമല്ലേ അത് പറയുന്നത്? പിന്നെ ഒരു കാര്യം കൂടി, ഒരേ വീട്ടിൽ കഴിഞ്ഞതുകൊണ്ട് ആ ബന്ധം ഒരു നല്ല രീതിയിൽ നമുക്ക് പറയാൻ കഴിയത്തില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ബന്ധമാണ്, നല്ലതാണ്, കാണാൻ എല്ലാമാണ്. പക്ഷെങ്കില് അവരുടെ ലൈഫില്, ആ വ്യക്തികളുടെ ലൈഫില് എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ, ഇല്ലേ? പല കുടുംബങ്ങളിലും പുറത്തു നോക്കുമ്പോൾ നല്ല മനോഹരമാണ്. പക്ഷെങ്കില് അവരുടെ വ്യക്തിപരമായ ജീവിതത്തില് ഒരുപാട് സ്ട്രഗിള്, ആൻസൈറ്റി, ഡിപ്രഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഓരോ വ്യക്തികളും കടന്നു പോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും അവരെല്ലാം സൈക്കോളജിയിൽ എല്ലാം ഓരോരോ പേഴ്സണാലിറ്റിയാണ്. എല്ലാം അവരുടേതായിട്ടുള്ള ഒരു ലൈഫുണ്ട്, അവരുടേതായിട്ടുള്ള ക്യാരക്ടർ, ബിഹേവ് ഒക്കെ ഉണ്ട്. ഓരോ ബിഹേവ് അനുസരിച്ചാണ് അവരുടെ ലൈഫ് അവര് ഓരോ ദിവസവും അവരുടെ ഇമോഷൻസ് വരുന്നത്. അപ്പം നമ്മളപ്പോ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാല്, നമ്മളെ ചിന്തിക്കേണ്ട ഒരു കാര്യം ചോദിച്ചാൽ, അവരെല്ലാം ഓരോ വ്യക്തികളാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഒപ്പീനിയൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ കഴിവതും ആവശ്യമില്ലാതെ ഒരാൾക്ക് ഒരു പ്രയാസമുള്ള രീതി സംസാരിക്കാതിരിക്കുക.
ഇല്ലേ? നമ്മള് ആരെങ്കിലും നമുക്ക് എപ്പോഴും, ഇപ്പൊ ഞാനായാലും നമുക്ക് എപ്പോഴും നമ്മുടെ കാര്യം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് കേൾക്കണമെന്നാ നമ്മള് എപ്പോഴും വിചാരിക്കുന്നതും പറയുന്നത് അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് അല്ലേ? നമ്മള് ഫോൺ സംസാരിക്കുമ്പോഴായാലും ആരോട് നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. ഓപ്പോസിറ്റ് വ്യക്തിക്ക് ഇങ്ങോട്ട് പറയാനോ സംസാരിക്കാനോ നമ്മള് ഇട കൊടുക്കത്തില്ല. ഒരു ഒരു സത്യം പറഞ്ഞ നമ്മളൊരു സ്പീക്കിംഗ് സ്കില്ല് പഠിച്ചിരിക്കണമെന്ന് തോന്നുന്നു അല്ലേ? ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് സ്പീക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്നു അല്ലേ? അപ്പം നമ്മുടെ ഭാഗം കേൾക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ അതുപോലെ ആടെ കാര്യം കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നത്. അപ്പോഴ് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് നമുക്ക് അതിയായ എന്തെങ്കിലും ഒരു ദേഷ്യഭാവം തോന്നുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പറയും, നീ തെറ്റാണ്, നീ റോങ് ആണ് എന്നൊക്കെ ഒരു വിധിക്കുന്ന സ്വഭാവം ചിലപ്പം നമ്മൾ കാണിക്കൂല്ലേ? അപ്പൊ ആൾക്ക് എന്ത് എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്? നെഗറ്റീവ് എനർജി ഇല്ലേ? നെഗറ്റീവിനും എനർജി ഉണ്ട്, പോസിറ്റീവിനും എനർജി ഉണ്ട്. അപ്പൊ നെഗറ്റീവ് എനർജി കൊടുക്കുന്ന സമയത്ത് ആ ആള് ഉള്ളിലേക്ക് അത് പോകും അല്ലേ? അപ്പൊ ആ ആള് അതേ എനർജി ആയിരിക്കും നമുക്ക് തിരിച്ചു തരുന്നത്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മള് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു ബോൾ ഒരു ഭിത്തിയിലേക്ക് എറിയുമ്പോൾ, നമ്മുടെ നേരെ നിന്നുകൊണ്ട് ഒരു ബോൾ ഭിത്തിയിലേക്ക് എറിയുമ്പോൾ ആ ബോൾ തിരിച്ച് നമ്മളിലേക്കാണ് വരുന്നത് എന്ന് പറയുന്ന പോലെ, നമ്മളൊരു വ്യക്തിക്ക് നെഗറ്റീവ് എവരി ആക്ഷൻ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ? അപ്പൊ നമ്മള് ഒരു റിയാക്ട് ചെയ്യുകയാണ്, നെഗറ്റീവ് റിയാക്ഷൻ ചെയ്യുമ്പോൾ ആ ആള് തിരിച്ച് അതേ റിയാക്ഷൻ ആയിരിക്കും നമ്മൾ കിട്ടുന്നത്. നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ സ്നേഹത്തോടൊന്ന് പറഞ്ഞു നോക്കി, ഇങ്ങനൊന്ന് പറഞ്ഞു നോക്കി, ഞാൻ നിന്നെ കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പൊ തീർച്ചയായിട്ടും ആ വ്യക്തി കുറച്ചു നേരം സൈലന്റ് ആയിട്ട് ഇരുന്ന് പോകും ഇല്ലേ? ഇത്രയും നേരം എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് ആൾക്ക് ഒരു ബിലീവ് വരുന്നില്ല. കുറച്ചു നേരം നിശബ്ദനായിരുന്നിട്ട് നമ്മളെ ഒന്ന് സൂക്ഷിച്ചു നോക്കും അല്ലേ? അപ്പൊ നമ്മൾ കൊടുക്കുന്ന അതേ അർത്ഥത്തില് ആള് സൈലന്റ് ആകും, അല്ലെങ്കിൽ നല്ലൊരു റിയാക്ഷൻ ആയിരിക്കും നമുക്ക് വരുന്നത്. നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് കിട്ടുന്നത്. അത് ഞാനായാലും വാച്ച് ചെയ്യുന്നവരായാലും നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ശാന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കേ, തീർച്ചയായിട്ടും ശാന്തമായിട്ടായിരിക്കും റിയാക്ഷൻ വരുന്നത്. അല്ലെങ്കിൽ എത്ര കോപിക്കുന്ന വ്യക്തിയായിരുന്നു പറഞ്ഞാലും മറുപടി ഒന്നും വന്നില്ല, കുറച്ചു നേരം സൈലന്റ് ആയിട്ടിരിക്കും. കാരണം ആ വ്യക്തി എന്ന് പറയുന്നത് നല്ല വ്യക്തിയാണ്. സൈക്കോളജി പ്രകാരം വ്യക്തികൾക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല. പക്ഷെങ്കില് അവര് ഓരോ ഇമോഷൻസിലായിരിക്കും അവര് ജീവിക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും അവരുടെ പ്രതികരണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇന്ന് ഞാന് നിങ്ങൾക്ക് 2 ആക്ടിവിറ്റീസ് തരാം. ഒന്നാമത്തെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാല്, ഇന്ന് ആരോടെങ്കിലും ഒരാളോട് നിങ്ങൾ നന്ദി പറയുക. രണ്ടാമത്തേന്ന് പറയുന്നത്, നമ്മുടെ അടുത്ത ഒരാള് ആരാണെന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ആ വ്യക്തി ഓട് നിങ്ങൾ കാര്യം ചോദിക്കുക. അതായത്, ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ സ്വല്പനേരം ഇരിക്കും, ഇന്ന് നിങ്ങൾ സംസാരിക്കുക, ഞാൻ കേൾക്കാമെന്ന് പറയണം. ഓക്കെ?